ഒരു ദീർഘദൂര യാത്ര പ്ലാൻ ചെയ്താൽ ആദ്യം നമ്മൾ സെറ്റാക്കുന്നത് റെഡിയാകുന്നത് വണ്ടിയാണ്. വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കും. പിന്നെ നോക്കണ്ട, അതിനകത്തിരിക്കുന്നതൊക്കെ കഴിക്കുന്ന ആഹാര സാധനങ്ങളാണ് എപ്പോഴും. അതിനാണ് ഏറ്റവും പ്രയോറിറ്റി. കൊറിക്കൽസ് ആൻഡ് കഴിക്കൽസ്. ഇത് വെള്ളം, കുടിവെള്ളം താഴെ വെച്ചിട്ടുണ്ട് 5 ലിറ്ററിൻ്റെത് കൈ കഴുകാനായിട്ട്. കുടിവെള്ളത്തിന് 100 രൂപയുള്ളൂ, 12 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ്. അങ്ങനെ 2-3 വാങ്ങിച്ച് കയറ്റും യാത്രകളിൽ. പിന്നെ വെള്ളത്തെക്കുറിച്ച് ബോധേണ്ട കാര്യമില്ല. പിന്നെ വാഹന സർവീസിങ് അത് കോമണായിട്ട് എപ്പോഴും ചെയ്യുന്ന രീതികളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് ഇതൊക്കെ തയ്യാറാക്കി അവിടെ വാരി വലിച്ച് ഇങ്ങനെ മാറ്റി ഗ്രൂപ്പായിട്ട് വെക്കും. ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ച് ഒക്കെ. അപ്പോൾ യാത്രയ്ക്കുള്ള മാപ്പുകൾ, അത് അറ്റ്ലസ് ആകാം, നോട്ട്ബുക്സ്, പിന്നെ കുറിച്ച് വെക്കുന്ന സ്ക്രിബ്ലിംഗ് പാഡുകൾ, ഇതൊക്കെ മസ്റ്റാണ്. ഇതില്ലാതെ എന്തോന്ന് യാത്ര, ഒരു പ്ലാനിങ് ഇല്ലാതെ യാത്ര ചെയ്താൽ ചില സമയത്തൊക്കെ പെട്ടുപോകും. ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, ഫാമിലിയായിട്ട് കൂടെ അല്ലെങ്കിൽ മോനോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ പെട്ടുപോകും. കഴിക്കൽസ് ഒരിക്കലും മറക്കാറില്ല. ഏറ്റവും ഇഷ്ടമുള്ള കൊറിക്കൽസാണ് ഈ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ കപ്പലണ്ടി മിഠായി, പിന്നെ ചിലവ് കുറഞ്ഞ് 2 രൂപയുടെ പോപ്പിൻസ്, കുഞ്ഞു ബിസ്ക്കറ്റ്സ്, വിശക്കുമ്പോൾ അവലോസ് പൊടി, പിന്നെ കപ്പലണ്ടി മിഠായി, കപ്പലണ്ടി ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കയറും. അല്ലാതെ പിന്നെ എന്താ പറയുക, ബിസ്ക്കറ്റ്സ് അത് നിർബന്ധമായ കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വിമ്മിൻ്റെ ബോട്ടിലിരിക്കുന്ന വെള്ളമാണ്. അതിനകത്ത് 5 ലിറ്ററിൻ്റെ വെള്ളം, 2 ലിറ്ററാണ്, 5 ലിറ്ററാണെന്ന് തോന്നുന്നു, നിറച്ച് വെച്ചിട്ടുണ്ട്. ബോൾ ഇതൊക്കെ കൂടെ കൊണ്ടു കിടക്കും. പിന്നെ യാത്രക്കുള്ള പൊതുവായ മെയിൻ സാധനങ്ങളുണ്ട്. അത് റോപ്പുണ്ട്, അയ കെട്ടാനുള്ള റോപ്പ്, അതിനുള്ള കൊളുത്തുകൾ, പിന്നെ വണ്ടി എന്തെങ്കിലും ആവശ്യം വന്നുള്ള ടൂൾസ്, ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ട്രൈപോഡ്, യാത്രയിൽ പാട്ട് കേൾക്കാനുള്ള ഹെഡ്ഫോൺസ്, ഷൂട്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ, എൻ്റെ സ്ക്രിബ്ലിംഗ് പാഡ് കുറിച്ച് വെക്കാനായിട്ട്, ഉറങ്ങാനായിട്ടുള്ള അതിൻ്റെ പേര് ഐ പ്രൊട്ടക്ടർ, പിന്നെ ഗോപ്രോ, അതില്ലാതൊരു യാത്രയേ ഇല്ല. പിന്നെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഹാർഡ് ഡിസ്ക്, വാച്ചസ്, അതൊരു ചെറിയ ഇഷ്ടമുള്ളൊരു സാധനമാണ്. എക്സ്ട്രാ മൊബൈൽ, പിന്നെ കീ, അത് എപ്പോഴും സൂക്ഷിക്കും. ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടാവും, ഒരെണ്ണം കൂടെ യാത്ര ചെയ്യുന്ന ആളുടെ കൊടുക്കും. പിന്നെ കുഞ്ഞു ബാഗുകൾ, വലിയ ബാഗിലെല്ലാം കൂടി കൊത്തി കയറ്റാതെ കാറിലാണെങ്കിൽ കൊച്ചു ബാഗിൽ പ്രത്യേകം സാധനങ്ങൾ നിറയ്ക്കും ഇറങ്ങാൻ എളുപ്പത്തിന് വേണ്ടി. പിന്നെ ഷേവിങ് കിറ്റ്, ദന്തൽ കിറ്റ്, ന്യൂസ് പേപ്പേഴ്സ് എപ്പോഴും കളക്ട് ചെയ്ത് വെച്ചിരിക്കും. ഡ്രസ്സ്, ന്യൂസ് പേപ്പർ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ വിരിച്ച് ഇടാനും എടുത്ത് കളഞ്ഞിട്ടൊക്കെ പോയാൽ മതിയല്ലോ. എക്സ്റ്റൻഷൻ കേബിൾ അത് നിർബന്ധം. പിന്നെ കാർ വൃത്തിയാക്കാനുള്ള ബ്രഷുകൾ, ഇതൊക്കെ നിർബന്ധം. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും വേണ്ടി വന്ന തുണി ഉണക്കാനുള്ള ക്ലിപ്പ്, ചൂടുവെള്ളത്തിന് ബോട്ടിൽസ്, പിന്നെ കൂളിംഗ് ഗ്ലാസ്, അതും വിട്ട് കളിയില്ല, കുട, ഇതൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ബാസ്ക്കറ്റിലാണ് ഞാൻ എപ്പോഴും ഫുഡ് സൂക്ഷിച്ച് വെക്കുന്നത്, ഫുഡ് മറിഞ്ഞു പോയിരിക്കാൻ. പില്ലോ, അതൊരു നിർബന്ധമാണ്. പില്ലോ ഷീറ്റ് സാധനങ്ങളൊക്കെ ബാക്കിലങ്ങ് നിറച്ച് വെച്ചിരിക്കും. എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ സാധനങ്ങളൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഉറപ്പായിട്ടും പോവുക. അല്ലെങ്കിൽ വഴിയിൽ ബുദ്ധിമുട്ടി പോവും. യാതൊരു കാരണവശാലും യാതൊരു സാധനവും മറക്കാതെ യാത്ര ചെയ്യുന്നത് പോലൊരു ഭാഗ്യം വേറൊന്നുമില്ല. ഓക്കെ, എനിവേ താങ്ക് യു, ബൈ.